സുഹൃത്തെ, നമ്മൾ റാം എന്ന വാക്ക് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ റാമിന്റെ ഉപയോഗം എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അത് നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മൊബൈലിന് ഇപ്പോഴത്തെ കാലത്തിൽ എത്ര GB റാം ആവശ്യം വരുന്നുണ്ട്, ഇതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ നമസ്കാരം, എന്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സോ റാമിനെ കുറിച്ച് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി. പക്ഷെ ഈ ഒരു ഡെഫിനേഷനോടുകൂടി നമുക്ക് ശരിക്കും അതിന്റെ ഉപയോഗം അല്ലെങ്കിൽ പ്രവർത്തനം എങ്ങനെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഞാൻ ചെറിയൊരു ലൈഫ് ടൈം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സോ അത് മേ ബി നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഓണായിട്ട് ഒരു ടേബിൾ ഉണ്ട്. സോ ഞാൻ രാവിലെ വന്ന് എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഏത് ഫയൽസാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഫയൽ ഞാൻ എൻ്റെ സ്റ്റോർ റൂമിൽ പോയിട്ട് ആ ഫയൽ എടുത്തിട്ട് വരും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും. സോ എനിക്ക് വേറെ ഫയൽസിന് ആവശ്യം വരികയാണെങ്കിൽ പിന്നെയും ഞാൻ അവിടെ ആ സ്റ്റോറേജിൽ പോയിട്ട് എൻ്റെ സ്റ്റോർ റൂമിൽ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ഫയൽ എടുത്തിട്ട് വരും. ഇപ്പോൾ ചില സമയത്ത് കൂടുതൽ ഹെവി വർക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാം, എനിക്ക് കുറേ ഫയൽ ആവശ്യമുണ്ട്, കുറേ ഫയലിന്റെ അത്യാവശ്യമുണ്ട്. പക്ഷെ എൻ്റെ ടേബിൾ വന്നിട്ട് ചെറുതാണ്. പക്ഷെ എനിക്ക് എല്ലാ ഫയലും അവിടെ എടുത്തു വെക്കാനുള്ള സൗകര്യമില്ല. ഇപ്പൊ എൻ്റെ ടേബിൾ വലുതാണെങ്കിൽ എല്ലാ ഫയലും ഒന്നിച്ച് നിരത്തി വെച്ചിട്ട് എനിക്ക് എൻ്റെ പണി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ പോയി എടുത്ത് വന്നുകൊണ്ടിരിക്കേണ്ടി വരും അല്ലേ. ഇപ്പൊ ഇതേ പ്രോസസ്സാണ് ശരിക്കും റാമും ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി. അതേമാതിരി എൻ്റെ ടേബിൾ എന്ന് പറയുന്നത് റാം. സോ അപ്പോൾ ഇപ്പൊ ഇതിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ടേബിൾ വലുതായിരുന്നെങ്കിൽ എനിക്ക് നിറയെ ഫയൽസ് എനിക്ക് ഇവിടെ വെച്ചിട്ട് എന്റെ പണി ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് എനിക്ക് വന്നിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കാം. പക്ഷെ എന്റെ ടേബിൾ ചെറുതാണെങ്കിലോ എനിക്ക് ഓരോ ഫയലും മാത്രം എടുത്ത് കൊണ്ടുവയ്ക്കേണ്ടി വരും. സോ ഇതേ പ്രവൃത്തിയാണ് നമ്മൾ റാമിനും സംഭവിക്കുന്നത്. അപ്പോൾ ഈ റാം എന്താ പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊസസ്സറിനും നമ്മുടെ മെമ്മറി കാർഡിനും നടുവിൽ നിൽക്കുന്ന ഒരു ഫാസ്റ്റ് ഒരു സ്റ്റോറേജ് ആണ് നമുക്ക് റാം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ അത് വന്നിട്ട് നേരെ റാമിൽ വന്നിട്ടാണ് അത് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുക്കുക, ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞ് അടുത്തൊരു ഫയൽ ഓപ്പൺ ചെയ്തു, ഇനിയും ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, നാലാമത്തെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ റാമിന് ആ നാലാമത്തെ ഫയൽ കൊള്ളാനുള്ള സ്ഥലമില്ലെങ്കിൽ റാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആദ്യം നമ്മൾ തുറന്ന ഫയൽ വന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് നേരെ പോയിട്ട് സ്റ്റോറേജ് കൊണ്ടുപോയി ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമുക്ക് ഈ ഫയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഫയൽ പിന്നെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അത് അപ്പൊ തന്നെ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അത് ഓൾറെഡി നമ്മൾ സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ സ്റ്റോറേജിൽ നിന്ന് പിന്നെയും അത് എടുത്തു വരേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ പ്രോസസ്സിങ് നമുക്ക് കാണുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സാധാരണ നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ ഈ റാമിന്റെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം. ബിക്കോസ് ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റാം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരു മെമ്മറി കാർഡ് ഒരു 32 GB മെമ്മറി കാർഡ് ഉണ്ടാക്കാനുള്ള കോസ്റ്റിന്റെ അടി ശരിക്കും ഡബിൾ ആണ് 1 GB റാം ക്രിയേറ്റ് ചെയ്യാൻ. ബിക്കോസ് അത്രയും ഫാസ്റ്റസ്റ്റ് അതിന് ടെക്നോളജി യൂസ് ചെയ്യണം, എന്നാലേ ആ റാം ആ പ്രോസസ്സിൽ കറക്റ്റ് ആവുള്ളൂ. സോ നമ്മളിപ്പോ ആലോചിക്കാറുണ്ട്, നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്ര GB റാം അത്യാവശ്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിൽ 2 GB റാമെങ്കിലും വേണം. അതിനായിട്ട് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം ഫേസ് ചെയ്യാൻ തുടങ്ങും. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള ഓരോ ആപ്ലിക്കേഷൻസും അതിന്റെ സ്പേസ് അല്ലെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ ഒരു ഫേസ്ബുക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന്റെ റാമിന്റെ അത്യാവശ്യം വരുന്നതെന്ന് വെച്ചാൽ മിനിമം 200 മുതൽ 300 MB ആണ്. ഇതേമാതിരി തന്നെ ഓരോ ആപ്ലിക്കേഷൻസും ഇപ്പൊ നമുക്ക് കാണാൻ, ഇപ്പൊ നമ്മൾ ഒരു ഗെയിം എടുക്കുകയാണെങ്കിൽ ഈ ഗെയിം റാമിലല്ല പോയി സ്റ്റോർ ആവുന്നത്. ഫസ്റ്റ് അത് സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് മെമ്മറി കാർഡിലായിരിക്കും, പക്ഷെ അത് റാമിലൂടെയാണ് പ്രോസസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൈ എൻഡ് ഗെയിംസ് ഒക്കെ എന്ന് വെച്ചാൽ റാം നല്ല കപ്പാസിറ്റി ഇല്ലെങ്കിൽ
ആ ഗെയിമും അതേമാതിരി ലാഗ് ചെയ്യും, അതേമാതിരി അതിന്റെ ഫാസ്റ്റ്നെസ്സും അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റിയും അല്ലെങ്കിൽ ഗ്രാഫിക്സും ഓട്ടോമാറ്റിക്കലി സ്ലോ ആവും. ബിക്കോസ് അത് പ്രോസസ് ചെയ്യാൻ അതിന് അത്രയും ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതാണ് നമുക്ക് ഈ റാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ നമുക്ക് കാണുകയാണെങ്കിൽ 3GB റാമും അല്ലെങ്കിൽ 4GB റാം കപ്പാസിറ്റി ഉള്ള മൊബൈൽസും അവൈലബിൾ ആണ്. സോ ഇതൊന്നും 4GB 3GB നല്ലതല്ല എന്നല്ല, വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ 2GB ഏറ്റവും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ചിലവർക്ക് ഡൗട്ട് വരാറുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഡൗട്ട്. ബിക്കോസ് ഞാനും ടെക് റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ കാണാം, നമുക്ക് അതിൽ പറയാറുണ്ട് നിങ്ങളുടെ റാമിൽ വന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറി കാർഡ് നിങ്ങൾക്ക് റാം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരു മണ്ടത്തരാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. പക്ഷെ നമ്മുടെ മെമ്മറി കാർഡിന് ആ ഒരു ഫാസ്റ്റിനും ഇതിനും ഒരു ബന്ധവും വരുന്നില്ല. സോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ മെമ്മറി കാർഡിനെ നമ്മൾ വന്നിട്ട് ഇപ്പൊ റൂട്ട് ചെയ്തിട്ട് അങ്ങനെ പ്രോസസ്സിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമ്മുടെ മൊബൈലിന് അതിനുള്ള പ്രോസസ്സറിന് ആ സ്പീഡിന് കവർ ചെയ്യാൻ പറ്റില്ല. സോ അത് ചെയ്യുന്നത് ഒരു യൂസും ഇല്ല. അതിൻ്റെ ബെറ്റർ നിങ്ങൾ മൊബൈലിനെ പുതിയത് വാങ്ങുകയാണ് നല്ലത്. ബിക്കോസ് അത്രയും കപ്പാസിറ്റി, ഒരു GB എക്സ്ട്രാ GB ഉള്ള ഒരു മൊബൈൽ വാങ്ങുന്നതായിരിക്കും അതിനായിട്ട് നല്ലതെന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ റാം തരംതിരിച്ചിരിക്കുന്നത് സ്പീഡ് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, നമ്മൾ പറയാറുണ്ട് DDR2, DDR3, DDR4 ഇങ്ങനെ സ്പീഡിനനുസരിച്ച് ആ റാമിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ റാമിന്റെ സ്പീഡിനനുസരിച്ചാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഈ റാമിനെ കുറിച്ച് മീൻസ് സ്പീഡിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ അതിന് പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട്, അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക. സോ ഐ തിങ്ക് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് റാം എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അതിന്റെ ഉപയോഗം എന്താണ്. ആൻഡ് അതേമാതിരി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ PC-യിലോ നമുക്ക് റാം വന്നിട്ട് എക്സ്റ്റേണൽ റാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ മൊബൈലിൽ നമുക്ക് അങ്ങനെ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ എക്സ്റ്റേണൽ നമുക്ക് റാം അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ, മൊബൈൽ വാങ്ങുമ്പോൾ ഈ റാമിന്റെ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ വീഡിയോ വന്നിട്ട് ഷെയർ ചെയ്യുക. സോ അതേമാതിരി എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക. സോ ഈവൻ നിങ്ങൾക്ക് എന്നെ ട്വിറ്ററിലും ഫോളോ ചെയ്യാം. ടെക് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ആൻഡ് അതേമാതിരി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേമാതിരി ഇനി വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്.